ഹായ് കൂട്ടുകാരെ, കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ സൺറൈസ് പോയി കാണണമെന്നുള്ളത്. അങ്ങനെ സാറ്റർഡേ എൻ്റെ ഫ്രണ്ട് അഖില വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സൺഡേ രാവിലെ പോയാലോ എന്ന്. അങ്ങനെ സൺഡേ രാവിലെ മോർണിംഗ് ഒരു 4:30 ഒക്കെ ആയി കാണും. 4:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി. എന്താ പറയുക, ടൗണും കഴിഞ്ഞ് മരുഭൂമിയൊക്കെ കഴിഞ്ഞിട്ട് നിറയെ കുന്നുകളും മലകളും കൊണ്ട് മനോഹരമായ കോർഫുക്കാൻ അവിടെ പോയി കേട്ടോ. ഈ മലകളുടെയൊക്കെ ടോപ്പിൽ ചെന്ന് നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, കുറേ നാളത്തെ ആഗ്രഹം കൊണ്ടായിരിക്കും പോയത് കൊണ്ട് എനിക്ക് മനസ്സ് ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. കാരണം നമ്മൾ മനസ്സും ശരീരമൊക്കെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഇങ്ങനെ ഒരു യാത്രയൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളൊന്ന് റിഫ്രഷ് ആയിട്ട് വരും. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ നമ്മളെ എന്താ പറയുക, നല്ല ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ പോയ വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. എൻ്റെ കൂടെ ഒരു പോത്ത് വന്നത് വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് നല്ല ഉറക്കമായിരുന്നു. അത് കാരണം ഈ കാഴ്ചകളൊക്കെ അവൾക്ക് മിസ്സായിപ്പോയി കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും ആ പോത്ത് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. കാരണം അങ്ങ് ആ മലയുടെ മുകളിൽ ചെന്നിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത്. അവളുടെ കുറ്റമല്ല, ഒരു വെളുപ്പിനെ 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണ്. അപ്പോൾ ആ ഒരു ഉറക്കക്ഷീണം കൊണ്ട് വണ്ടിയിൽ കയറിയപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്കൊരു ചിന്ത ഉണ്ടായത്, എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത്, കുറച്ചും കൂടെ നേരത്തെ നമ്മൾക്ക് വരേണ്ടതായിരുന്നു എന്ന്. കാരണം അത്രയ്ക്കും മനോഹരമായൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ 6:08 എന്താ പറയുക സൂര്യോദയം. നമ്മളവിടെ ചെന്നപ്പോൾ ഒരു 6:20 ആയി. എങ്കിൽ പോലും അത്ര മനോഹരമായിരുന്നു. നിങ്ങൾ തന്നെ നോക്ക്, താഴെ ആ ബീച്ചിലോട്ട് സൂര്യകിരണങ്ങൾ വീണിട്ടുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഷാഡോയും ഒക്കെ എന്ത് രസമായിരുന്നു. ഞങ്ങൾ ചെന്ന ആ മലയുടെ മുകളിലെ വ്യൂ ആണിത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു കഫേയൊക്കെ ഉണ്ട്, ദണ്ട കണ്ടില്ലേ, ഒരു എന്താ പറയുക, അതിന് നമ്മളെന്താ പറയുക, ഒരു ഉപഗ്രഹം പോലെ ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ മോഡലിരിക്കുന്ന അതൊരു കഫേ കേട്ടോ. പിന്നെ നമ്മുടെ മേടം എത്തി കുത്തി നോക്കുന്നത്, അവിടെ ഈ പല കളറിലുള്ള ബോഗൺവില്ലകൾ ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക സ്റ്റൈലായിട്ട്. അതിൻ്റെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോകാം കേട്ടോ. ആളുകൾ അതിൻ്റെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ അതിൻ്റെ ചുറ്റും നിന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത്. ഇഷ്ടം പോലെ ഫാമിലീസായി, കപ്പിൾസ്, ബാച്ചിലേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ വന്നവരുടെ കുറേ കുറ്റവും കുറങ്ങളും ഒക്കെ ഞങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ്, നമ്മൾ കുറ്റങ്ങളൊന്നും ഇല്ലാത്തവരാണല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ആ കഫേയുടെ ഫ്രണ്ടിലത്തെ ചെടിയാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് അവിടെ തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേയിങ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായി. മനസ്സ് അത്ര നിറഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുന്നത്. ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ പോയതല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ഒരു കഫേയിൽ കയറിയിട്ട് നല്ലൊരു ചായയും ബ്രെഡ് സാൻഡ്വിച്ചും ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അതേപോലെ തന്നെ ആ കഫേയുടെ അപ്പുറത്തും അതേപോലെ തന്നെ മലയും, ആ മലയിൽ നിന്നാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം പോലെ അവർ എന്തോ പൈപ്പ് വഴിയൊക്കെ എന്തോ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പാലമൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ അതിനകത്തോട്ട് കയറിയില്ല, കാരണം അതിനകത്ത് കയറാൻ എൻട്രി ഫീ ഉണ്ടായിരുന്നു. അത് കാരണം കയറിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ഒരു പാക്ക് ചേട്ടൻ നിന്നിട്ട് ഈന്തപ്പഴം പറിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നാണമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി ഇന്ന് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് കഴിക്കാൻ 2-3 ഈന്തപ്പഴം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കൂടെ നിറച്ച് ഈന്തപ്പഴം തന്നു. പിന്നെ അതേപോലെ വരുന്ന വഴിക്കൊരു ബീച്ച് ഉണ്ടായിരുന്നു, അവിടെയും കയറി. ഇറങ്ങിയൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പം നമ്മുടെ മേഡത്തിന് അവിടെ വീട് വെക്കണമെന്നൊക്കെയുള്ള ഒരാഗ്രഹം. പിന്നെ അടിപൊളി ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു സൺഡേ അങ്ങനെ അങ്ങ് പോയി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.